ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പരിപ്പ് വട ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അതിനായി ഞാനിവിടെ ഒരു ഗ്ലാസ് പരിപ്പ് അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. ഇതിലേക്ക് 5-6 കഷ്ണം ഉള്ളിയും 2 കഷ്ണം പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ അരിഞ്ഞു വെക്കുന്നു. അരമണിക്കൂറിന് ശേഷം പരിപ്പ് വെള്ളം തോരാനായിട്ട് ഒരരിപ്പ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നു. ഇതിൻ്റെ വെള്ളം പോയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്. നമ്മളിപ്പോൾ അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ രീതിയിലാണ് നമ്മളിവിടെ അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മൈദ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെയെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇടയ്ക്കൊന്ന് തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മൾ മറിച്ചും തിരിച്ചും ഇട്ട് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്.